വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാത്രമൊക്കെ നിരത്തി വെച്ചേക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായല്ലോ, രാവിലത്തെ തിരക്കാണ്. അങ്കുവിൻ്റെ ടിഫിനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ 5:45 പതിവ് പോലെ കിച്ചണിലെത്തി. അച്ഛനും മോനും സുഖമായിട്ട് ഉറങ്ങുക. 6:15 വരെ എല്ലാം ലാസ്റ്റ് അടിക്കുന്ന ടൈമുണ്ട്. അതിനകം എന്തായാലും അവർ എഴുന്നേക്കും. അപ്പം ഞാൻ മെല്ലെ മെല്ലെ കിച്ചണിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. സമയം 5:49. ഇപ്പം നേരം കുറച്ച് താമസിച്ചാണ് ഇവിടെ വെളുക്കുന്ന കേട്ടോ. കാരണം കാലാവസ്ഥ മാറി വരുവാണല്ലോ. ഇപ്പോൾ വിൻറ്റേഴ്സിൻ്റെ മുന്നോടിയായിട്ട് ഒക്ടോബർ മാസം ആകുമ്പം വിൻറ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ആണല്ലോ. പകൽ നല്ല ചൂടാട്ടോ, വെയിലിനൊക്കെ നല്ല ശക്തിയാണ്. എന്നാൽ രാത്രിയിലാണെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പും പകൽ കാറ്റും ഉണ്ട്. ഇപ്പോൾ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ പറയാൻ നമുക്ക് പറ്റാത്തൊരു ക്ലൈമറ്റ്. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആളുകൾ ഇങ്ങനെ നടത്തുന്ന സമയമാണ് ദീപാവലിക്ക് മുന്നേ. നമുക്ക് ഓണമൊക്കെ വരുമ്പോൾ തട്ടിത്തൂത്ത് എല്ലാം ഒന്ന് ഉണക്കിയൊക്കെ എടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെ. ഞാൻ അപ്പോൾ പാല് കാച്ചാൻ വെച്ചു. അത് കാച്ചി വരുമ്പോൾ തന്നെ രാവിലെ ഒരു ഐശ്വര്യമല്ലേ. പിന്നെ അങ്കുന് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് ടിഫിനിൽ വെക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പെട്ടെന്ന് ചുട്ടെടുക്കുക. 2 ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറി തലേദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി വെച്ച് കൊടുത്താൽ അവന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് അവൻ്റെ ലഞ്ച് ഇന്നിങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടുക. ഇവരുടെ ഈ മെയിൻ ബ്രേക്ക്, അതായത് ലഞ്ച് ബ്രേക്ക് വരുന്നത് 11:30. അപ്പോൾ അതുവരെ അവൻ വിശന്നിരിക്കുവാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇനി മുതൽ ബ്രെഡെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് രാവിലെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ടിഫിൻ പാക്ക് ചെയ്യുക. ചപ്പാത്തി വെച്ചു, കുറച്ച് നട്ട്സ് വെക്കാം നമുക്ക്. കാഷ്യൂസ് എൻ്റെ ഇരുന്നത്, അത് ഞാൻ കുറച്ച് വെച്ചെടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും വെച്ചിട്ട് ടിഫിൻ അങ്ങനെ അങ്ങ് പാക്ക് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും അവന് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഇത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും അവന് തലയൊക്കെ കറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും കഴിച്ച് ശീലിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രെഡിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കുറച്ച് ജാമൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞു കപ്പിൽ കുറച്ച് പാലും കൂടെ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. കാരണം ഇനി തണുപ്പൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് വേണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര വീക്കായി പോവേ. കാരണം ഇതിന് മുന്നേ അവർക്ക് വേറൊരു ബ്രേക്ക് ഇല്ല. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ ലഞ്ച് ബ്രേക്കിന് ശേഷം ലാസ്റ്റാണ്. അതിന് ഞാൻ നട്ട്സാണ് മെയിൻലി വെച്ച് കൊടുക്കുന്നത്. ഫ്രൂട്ട്സിനെക്കാട്ടി അവന് നട്ട്സാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് ഞാൻ കുറച്ച് ജാം തേച്ചിട്ട് നന്നായിട്ടൊന്ന് നെയ്യ് തേച്ച് മുരിച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിക്കുന്നിടത്തോളം കഴിക്കൂ എന്ന് പറഞ്ഞ് എന്തായാലും 2 പീസ് വെച്ചിട്ടുണ്ട്. അവൻ എത്ര കടി കടിക്കുന്നോ. ആദ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ മെല്ലെ മെല്ലെ പിള്ളേരങ്ങ് ശീലമാവല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പവും പാലും പഞ്ചാരയും അതൊക്കെ ആകുമ്പോൾ രാവിലെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകല്ലോ. കറിയും കൂട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഹോർലിക്സും കുറച്ച് അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും അത് ഞാൻ അടിച്ചേൽപ്പിച്ചു. ഇത് ശീലിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്ന നിർബന്ധമാണെന്ന് അവരുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഫോണും വിളിച്ച് പറഞ്ഞു. കുറേ പിള്ളേർ ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം 11:30 വരെ അല്ലെങ്കിൽ വിശന്ന് ഇരിക്കണ്ടേ. പിന്നെ അവിടെ കറങ്ങി നിന്ന് രാക്കയെ ബാത്റൂമിൽ ഇരുന്ന് രാക്കേനെ വിളിച്ച് ബൈ പറഞ്ഞിട്ട് അവൻ പോകത്തുള്ളേ. അങ്ങനെ അവൻ പോവാ. ബൈ മുത്തേ. അങ്ങനെ ഇന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. കുറേ നാളായില്ലേ ഞാൻ ഇങ്ങനൊരു വ്ലോഗ് ഇട്ടിട്ട്. അല്ലാതെ ഹർഷ വന്നപ്പോൾ അങ്ങനെയും പിന്നെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ടല്ലേ. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഒരു കുഞ്ഞു റൂട്ടീനാട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ്. അപ്പോൾ ഞാൻ ആദ്യം എല്ലാവരോടും താങ്ക് യു പറയാം കേട്ടോ. എന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതിനൊക്കെ എനിക്ക് ഒത്തിരി താങ്ക് യു ഉണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് താങ്ക് യു എല്ലാവരോടും. ഒത്തിരി താങ്ക് യു. അപ്പോൾ അതെനിക്ക് പ്രത്യേകം പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. കാരണം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളിൽ നിന്നുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് വീഡിയോ ചെയ്യാൻ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടോ. ശരിക്കും എനിക്ക് അത്ഭുതവും സന്തോഷവും എനിക്ക് പറയാൻ പറ്റാത്തൊരു അതാണ്. പിന്നെ രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം ചിയാ സീഡും പഴവും. അതാണ് രാക്കയ്ക്ക് ഇപ്പോൾ ഇഷ്ടം കേട്ടോ. ഫുള്ളായിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, മനസ്സുമല്ലേ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ടാഗ്, പേഴ്സ്, ഫോണ്, വാച്ച്, ഇങ്ങനെ രാക്കയുടെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ രാക്ക റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആകെ ഒരു വല്ലാത്തൊരു മൂഡ് ഔട്ടാന്നേ. ഹർഷ പോയതിൻ്റെ ആയിരിക്കും എന്തോ. നല്ല വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. കുറച്ച് താമസിച്ചാണ് ഇപ്പോൾ ഉദിക്കുന്ന കേട്ടോ. അങ്ങനെ രാക്കയും പോയി. പുറത്ത് നമ്മുടെ ഓണ സമയത്തെ ഒരു കാലാവസ്ഥ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ദീപാവലി വരുന്നതിന് മുന്നേ കേട്ടോ. നല്ലൊരു പ്രത്യേക മണമുള്ളൊരു വെയിലും കാറ്റും. പെട്ടെന്നൊരു തണുപ്പ് കൂടുതലുണ്ട് ദീപാവലി കഴിഞ്ഞാൽ. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആകണം എനിക്ക് ശരീരത്തൊക്കെ ആകെ ഒരു വേദന പോലെ, ഒരു വൈറൽ പിടിച്ച പോലെ എന്തോ ഒരു വയ്യായ്മയും കൂടെ ഉണ്ടേ.
പിന്നെ അങ്ങ് എഴുന്നേറ്റ് നടക്കുമ്പോൾ അതങ്ങ് മാറും. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴേ വല്ലാത്തൊരു വ്യായാമമുണ്ട്. അങ്ങനെ രാത്രി അതേപോലെ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇറങ്ങിയാട്ടോ. ഇപ്പം വല്ലാത്ത മൂഡ് സ്വിങ്സും ഉണ്ട് എനിക്ക്. ചില സമയത്ത് അങ്ങ് വല്ലാണ്ട് ഒരു കാര്യമില്ലാതെ കരയാൻ തോന്നും. ചില സമയത്ത് ഒത്തിരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സന്തോഷമായിരിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇപ്പം നമ്മുടെ ലഞ്ചിന് ഇന്നൊരു 1 പോട്ട് മീലാട്ടോ. വേറൊന്നുമല്ല, മഷ്റൂമും നമ്മുടെ വെള്ളക്കടല കുതിർത്തിയതും കൂടെ കൂട്ടിയൊരു പുലാവ് പോലെ. അത് പെട്ടെന്ന് അങ്ങ് ആക്കി എടുക്കുകയും ചെയ്യാം. കുറച്ച് ഹെൽത്തിയാണ്. കാരണം രാത്രിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് വേണമല്ലോ. അപ്പോൾ ഞാൻ മഷ്റൂമിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് വെക്കാം. മഷ്റൂം ഒന്ന് വേകണമല്ലോ. നമ്മുടെ അപ്പുറത്ത് ദീദി ക്ലീനിങ് പ്രോസസ്സ് ഇവിടെ ദിവാലിയുടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ ആളുകൾ. അപ്പോൾ ദീദിയുടെ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. പാത്രങ്ങളൊക്കെ കേട്ടോ കഴുകി പായൽ കമഴ്ത്തി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു ഒരു ദിവസം നിൽക്കാൻ ദീദി, ഞാൻ രാവിലെ മുതൽ ടൈം പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ട് ഈ മെയ്ഡ്സ് എക്സ്ട്രാ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, കുഴപ്പമില്ല, ഇപ്പോൾ ഉള്ളതങ്ങ് ചെയ്താൽ മതിയെന്ന് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് പോയി കുറച്ച് കരിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരിക. പൊട്ടിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കരിവേപ്പില, നല്ല മണമുള്ളത്. അപ്പോൾ ഇത് കുറച്ച് പുലാവിലിട്ടാൽ നമ്മുടെ നാട്ടിലൊരു ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ ഞാൻ കുക്കർ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നന്നായിട്ട് കുരുകുര ഇടുന്നുണ്ട്. കാരണം നമ്മൾ കടല കുറച്ച് ഗ്യാസ് അല്ലേ, അപ്പോൾ അതിന് മാറാൻ വേണ്ടി. അല്ലെങ്കിൽ പുലാവിന് അത് അത്ര ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമുളകും കരിവേപ്പിലയും തക്കാളിയും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റിയില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നുള്ളു മല്ലിപ്പൊടിയും ഉപ്പും ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മഷ്റൂം വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളക്കടല ഉണ്ടോ, ഞാനത് കുതിർത്ത് നന്നായിട്ട് മുള പൊട്ടുന്ന ഒരു രീതി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന സാലഡിന് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ബാസ്മതി അരിയാണ് ഞാൻ എടുത്ത് വെച്ചത്. അത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, ഞാനല്ലാതെ പെട്ടെന്ന് കഴുകി എടുത്തതേ ഉള്ളൂ. അതും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വേകാനുള്ള വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ 2 വിസിൽ കൊടുക്കാം. പിന്നെ ആവി മാറി തുറന്ന് നോക്കാം. അപ്പം പുതിയ കുക്കർക്കാണെങ്കിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതി കേട്ടോ. ബാസ്മതി അരി പെട്ടെന്ന് വേകും. സോനാ മസൂരിനെക്കാട്ടിയും വേകുന്നതാണ് ബാസ്മതി അരി. അപ്പം ഞാനത് ആവിയൊക്കെ മാറി തുറന്ന് നോക്കി കാണിച്ചു തരാം. നല്ല സൂപ്പർ പുലാവാട്ടോ, നല്ല ഹെൽത്തിയാണ്. കാരണം മഷ്റൂമും നമുക്ക് കാൽഷ്യവും കാര്യങ്ങളൊക്കെ കിട്ടും. വെള്ളക്കടലിൽ പിന്നെ പ്രോട്ടീനും കാര്യങ്ങളും, അത് കുറച്ച് മുള വന്നതാണ് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കടലയുടെ ഒരു ടേസ്റ്റേ ഈ നമ്മുടെ ഈ പുലാവിൽ വരില്ല കേട്ടോ. വേറെ ഒരു സൂപ്പർ ടേസ്റ്റ്. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. കാരണം ഈ നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ ഈ പുലാവിൽ ഭയങ്കര മുന്നിലാട്ടോ. അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നതൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മെയ്ഡ് കുറേ റെസിപ്പീസൊക്കെ പറഞ്ഞു തരും. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കും. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് റൈസ് വെച്ച് ചെയ്യാം, ചോറും കറിയും നമ്മുടെ അല്ലാതെ. പിന്നെ ഞാൻ വെറും തൈര് മാത്രം കൂട്ടി കഴിക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ പപ്പടം അച്ചാറോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ തൈര് മാത്രമേ എടുക്കുന്നുള്ളൂ. കഴിച്ച് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വിട്ട് നല്ല സൂപ്പറായിട്ട് കുക്കറിൽ ഇതായി വരുന്നുണ്ട്. അങ്കു ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് 12:30 കഴിയുമ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ വന്ന ഉടനെ ഫ്രഷായിട്ട് കിടന്നങ്ങ് ഉറങ്ങുക കേട്ടോ. ഭക്ഷണം ഒന്നും ഇപ്പോൾ വേണ്ടമ്മ എന്ന് പറഞ്ഞിട്ട് എന്തോ ക്ഷീണമായിരിക്കും. അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ രാക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നു. കുറേ നേരം അവനെ നോക്കിയിരുന്നു. പക്ഷേ അവൻ ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ വിളിക്കാൻ പോയില്ല. അപ്പം ഞങ്ങൾ കഴിച്ചു, രാക്കയും കഴിച്ചു കഴിഞ്ഞു. ഇനി രാക്ക എന്തായാലും ഇറങ്ങുക, കാരണം അവൻ നല്ല സുഖം ഉറക്കുക, ഞാൻ കാണിച്ചില്ലേ. പിന്നെ നമ്മുടെ എയർ ഫ്രയർ റെസിപ്പി ഒരെണ്ണം ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോണായത്, ഇത് നന്നായിട്ട് ഒന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കോണാട്ടോ. ഇതൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്ന, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പുഴുങ്ങിയൊക്കെ തരത്തില്ലേ, ഇത് പുഴുങ്ങിയൊന്നും അല്ല, സിമ്പിളായിട്ട് പച്ചയായിട്ടുള്ള കോണാണ്. ഇത് നമുക്ക് ഇങ്ങനെ പൊളിച്ചിടാം. ഇതിനകത്തോട്ട് ഞാനിനി ചേർക്കാൻ പോകുന്നത് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും ഉപ്പും കുറച്ച് എണ്ണയും. ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി അടച്ച് ഫ്രിഡ്ജിലൊരു 1/2 മണിക്കൂർ വെക്കുക. എന്നിട്ട് എയർ ഫ്രയറിലോട്ട് ഇട്ടങ്ങ് ഫ്രൈ ചെയ്താൽ മതി. എയർ ഫ്രയർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പാനോ തവയോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കോണിന് വലിയ വേവൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമായി കോണ്. പിന്നെ കുറച്ച് ചൂടാണ് ശരീരത്തിന്. അപ്പം അങ്ങനെ ചൂട് പറ്റാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണിത്. എനിക്ക് കോൺ പറ്റത്തില്ല കേട്ടോ. പക്ഷെ അങ്കൂനും രാക്കയ്ക്ക് ഇത് ഒത്തിരി ഇഷ്ടം. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ എന്ന് ഇവിടെ പറയും, അത് ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു പുളിരസം കിട്ടും. നമ്മൾ നാരങ്ങാനീരുണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഇതുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ആംചൂർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിനിഗറൊക്കെയാണ് ആൾക്കാർ ഒഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ ഇട്ടാൽ ഒരു ചെറിയ പുളിരസവും കൂടെ കിട്ടും നമ്മുടെ ഈ എയർ ഫ്രയറിൽ ഇടുന്ന എന്ത് സംഭവമാണെങ്കിലും. ഞാൻ ഇപ്പോൾ ഇത് 2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരുപാട് നമ്മൾ കുത്തി നിറച്ച് എയർ ഫ്രയറിൽ ഇട്ട് കൊടുക്കരുത്. ഈ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടോയെന്നൊന്നും വിചാരിക്കരുത്. 2000 രൂപ മുതൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമായി എയർ ഫ്രയർ. അപ്പോൾ അത് നമ്മളിങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓയിൽ, അതായത് എണ്ണ കുറഞ്ഞ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സോയ, കോണ്, പനീർ, ചിക്കനും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല, വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് പോപ്കോണൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാ. ഈ എയർ ഫ്രയറിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. കാരണം മൈക്രോവേവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ എയർ ഫ്രയർ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുത്തത്തില്ല. അതുമാത്രമല്ല കഴുകാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എന്ത് എളുപ്പമാണെന്നറിയാമോ? ഇങ്ങനെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റിൻ്റെ കാര്യമുള്ളന്നേ. ഞാനും ആദ്യം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ, 1 വർഷത്തോളം ഉപയോഗിക്കാതെ വെച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തെങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. സോയയോ കോണോ പനീറോ. ഞാനെല്ലാം വെജിറ്റേറിയനാണ് കൂടുതലും ട്രൈ ചെയ്തിട്ടുള്ളത്. നോൺ വെജും ട്രൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഡിന്നർ വാങ്ങിയത് എന്താണെന്നറിയാമോ? നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്ന് കേട്ടോ. ചപ്പാത്തി മുട്ടക്കറിയാണ് വാങ്ങിയത്. പിന്നെ അങ്കുവിന് ചീസ് ബോൾസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചീസ് ബോൾസും ഫ്രഞ്ച് ഫ്രൈസും ഇന്ന് മെനുവിലുണ്ടായിരുന്നു. അത് അവൻ ഓർഡർ ചെയ്തു. പിന്നെ നോർമലായിട്ട് ചപ്പാത്തി മുട്ടക്കറിയും. കാരണം രാക്കയ്ക്ക് പുറത്ത് ഇന്ന് ഡിന്നർ പാർട്ടി ഉണ്ട് ഒഫീഷ്യലി. അപ്പോൾ രാക്കയെ പോവാണ്. അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ രാക്കയ്ക്ക് ഇപ്പം ഓംലെറ്റ് ആണ് മെയിൻലി. പക്ഷെ ഞാനത് ചെറുതായിട്ടൊന്ന് മാറ്റി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഫുഡ് ഉണ്ടല്ലോ. ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുക. രാക്കേ റെഡി ആയിട്ട് നിൽക്കുക. അവർക്കെന്തോ പുറത്തുനിന്ന് അങ്ങോട്ട് ആള് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിന്നർ പാർട്ടി ഒഫീഷ്യലി വരാറുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് തന്നെയല്ലേ താമസിക്കുന്നത്, ഓഫീസിൻ്റെ തൊട്ടടുത്തല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു മൂഡ് ഔട്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ ഇപ്പോൾ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ആന്നേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.